മൈ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ഇറ നാഷണൽ പാർക്ക് കേട്ടോ വന്നിക്കണ്. അതിന്റെ ഉള്ളിൽ കയറി പോകുമ്പോ തന്നെ ഒരു ടർഫൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പാർക്കിങ്ങിലൊന്നും അധികം ആളില്ല കേട്ടോ, പക്ഷെ നല്ല രസമുള്ള പാർക്കിംഗ് കേട്ടോ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മാലാപ്പറമ്പ് MES മെഡിക്കൽ കോളേജിന്റെ അവിടെ കേട്ടോ. ഇവിടെ അധികം നല്ല രസമുള്ള കുറെ സംഭവങ്ങളുണ്ട്, കുറെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാത്തിനും വേറെ വേറെ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 270 ഒരു കോംബോ ടിക്കറ്റ് ആട്ടോ എടുത്തത്. അതിലെന്ന് വെച്ചാൽ ഈ കുട്ടികളെ പാർക്കും പിന്നെ പെറ്റ്സ് കോർണറും ഉള്ളതാട്ടോ ഞങ്ങൾ എടുത്തത്. പിന്നെ ഇവിടെ കുതിര സവാരിയും അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. ഓണം വായിക്കാൻ നല്ല രസമുണ്ട്. ഈ കുട്ടികളിമൊന്നും ഞങ്ങൾ കുട്ടികളല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എടുത്തി തന്നെ ഇൻഡോർ ഗെയിംസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയതേനു. ഞങ്ങൾ ഇനി നേരെ പക്ഷികളൊക്കെ ഉള്ള അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഈ സംഭവങ്ങളൊക്കെ കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ളത്. അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഇതിന്റെ ഉള്ളിൽ തന്നെ ഫുഡ് കോർണറും ഉണ്ട്. പോപ്കോണും ഐസ്ക്രീമും അങ്ങനത്തെ ഒക്കെ ഇവിടുന്ന് തന്നെ വാങ്ങും ചെയ്യാം. പിന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടതാട്ടോ ഇൻഡോർ ഗെയിംസിൻ്റെത്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ കയറുന്നതാണ് നല്ലത്, തിരിച്ചു വരുമ്പോൾ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാമല്ലോ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ കുറേ കുളങ്ങളുണ്ട് കേട്ടോ. അതിലൊക്കെ നല്ല മീനുകളും ഉണ്ട്. ഞങ്ങൾ പോണ വഴിക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ എന്നുള്ള ഒരു ബോർഡും അതിന്റെ ഡോർ അടച്ചിട്ടിക്കണേയും കണ്ടു. അപ്പൊ എന്തായാലും വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോ സ്വിമ്മിംഗ് പൂളിന്റെ പണി നടന്നുകൊണ്ടിരിക്കാട്ടോ. അത്യാവശ്യം നല്ല നീളവും ആഴമൊക്കെ ഉള്ള സ്വിമ്മിംഗ് പൂളാണ്, പക്ഷെ തടിയില്ല കേട്ടോ. ഞങ്ങളത് തുറന്നു നോക്കിയത് മറ്റേ പണി കഴിഞ്ഞിക്കണോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങാനൊക്കെ കരുതിയിട്ടാണ് തുറന്നു നോക്കിയത്. അപ്പോഴാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായത് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ പോകുന്നിടത്തൊക്കെ നല്ല രസമാട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. പിന്നെ ഈ ചെടിന്റെ പേര് പ്രിൻസസ് വെയിൻ എന്നാട്ടോ. വെയിന് പറഞ്ഞ നരമ്പാട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടത്. ഞാനത് കുറെ പിടിച്ചോക്കൊക്കെ ചെയ്തു. ഈ തൂങ്ങി കിടക്കുന്ന സംഭവങ്ങൾ നരമ്പ് പോലെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടായിരുന്നു ഈ പേര് വന്നത്. പിന്നെ നമ്മളൊരു ഗ്രില്ലിട്ട് വലിയൊരു ഇതിന്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ നിറച്ച് കിളികളാട്ടോ. ഞാൻ ഓരോന്നിനെ പിടിക്കാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും നിന്നില്ല കേട്ടോ. ഒന്ന് കൈക്കുന്നപ്പോ അതിനെ പിടിച്ചാലും പേടി. കുറച്ചൊക്കെ വലിപ്പം ഉണ്ടായതുകൊണ്ട് കൊത്തുവന്നൊരു ചെറിയൊരിത്. ഒരു പേടിയില്ലാതെ നമ്മൾ എടുത്തൊക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ അതിനെ പിടിക്കാൻ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ ചിലതൊക്കെ പാറിപ്പോവും, ചിലത് അപ്പോഴും നിൽക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറേ കിളികളും കുറേ കിളിക്കുട്ടികളും കുറേ കിളിന്റെ കൂടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ ബോർഡും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കിളികളുണ്ട് എന്നുള്ളത്. അതൊക്കെ ഞങ്ങൾ നോക്കിട്ടോ. നമ്മളെ ടിക്കറ്റിൽ ഇവർക്ക് ഫീഡ് ചെയ്യണതൊക്കെ ഇൻക്ലൂഡ് ആണ്, പക്ഷെ അത് ചില കൂടുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ കുറെ കിളിക്കൂടുണ്ട്, ഇതിലൊന്നും കൊടുക്കാനുള്ളതില്ല കേട്ടോ. പിന്നെ പാമ്പിനെ മേത്ത് വെക്കണതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ടിക്കറ്റില്. നമുക്ക് ഭക്ഷണം കൊടുക്കാട്ടോ. ഭക്ഷണം കൊടുക്കണതിനിടയിൽ വല്ല തൊട്ട് കഴിഞ്ഞാൽ ഓല് കൊത്തുന്നാട്ടോ അവിടെയുള്ള സ്റ്റാഫുകൾ പറഞ്ഞത്. ഇവിടെ കുറെ കിളികൾ ഒപ്പിരുന്ന് ഊഞ്ഞാലാടണൊക്കെ ഉണ്ട് കേട്ടോ. ഓൽക്ക് കയറ് കെട്ടി കൊടുത്തിക്കാണ്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വേറെ കിളികളും ഊഞ്ഞാലാടുന്നുണ്ട്. എന്താ ലോകത്തിന്റെ ഒക്കെ ഒരു വളർച്ചയെ. ആദ്യമൊക്കെ മനുഷ്യന്മാരെ ഊഞ്ഞാലാടിന്നുള്ളൂ, ഇപ്പൊ കിളികളും ഊഞ്ഞാലാടൽ തുടങ്ങിട്ടോ. ഈ കിളികളും വർത്താനം പറയൽ തുടങ്ങി എന്നാണാവോ. ഇവിടെ കിളികളെ ചെറിയ കൂട്ടിലിട്ടുകല്ലോ, വലിയ കൂട്ടിൽ വിശാലമായ കൂട്ടിലിട്ടുകാട്ടോ. ഞാൻ ഈ കിളികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഈ പാത്രം ഇങ്ങനെ ഇതാക്കിയപ്പോ എല്ലാരും പാടി വന്നിരുന്നപ്പോ എനിക്ക് പൊന്താതായിട്ടോ. അപ്പൊ ഞാൻ മെല്ലെ ഇപ്പാ കൊടുത്തു. ഈ കിളികളാണെങ്കിലോ ഭക്ഷണം കാണാത്തോരോ മാതിരിയാട്ടോ. ഓരോരുത്തർ വരുമ്പോഴും ഇങ്ങനെ നിന്നൊടുക്കണില്ലേ. എന്താലേ. കിളിന്റെ അടുത്തേക്ക് ഫോൺ കൊണ്ടുപോയപ്പോ കിളി നേരെ നിന്നേരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനാണെന്ന് എഴുതിയിട്ട് ആക്കാരം, പക്ഷെ വീഡിയോ ആണ് എടുക്കണമെന്ന് അതിനറിയില്ലല്ലോ. പിന്നെ എൻ്റെ ഉപ്പാന്റെ തലയിലൊരു കിളി പേ നോക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. കിളികൾക്ക് വരെ ബുദ്ധി വെച്ചു എന്നാ തോന്നുന്നു. ഈ കിളിനെ കണ്ട കാക്കന്റെ പോലെ ഉണ്ട് കേട്ടോ, പക്ഷെ കാക്കയല്ല.
പിന്നെ അടുത്ത വലിയൊരു കിളിക്കൂട്ടിക്ക് വന്നു കേട്ടോ. ഇവിടെയും കിളികൾക്ക് ഊഞ്ഞാലാടാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. എല്ലാ കിളിക്കോട്ടിലും കിളികൾക്ക് ഊഞ്ഞാലാടാൻ എന്തായാലും ഉണ്ടാക്കി കൊടുക്കും. നേരത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ടല്ലേ തീറ്റ കൊടുത്തിരുന്നത്. ഇവിടെ നമുക്ക് കൈ കൊടുക്കാം കേട്ടോ തീറ്റ. ഞാൻ ഇങ്ങനെ കൈ കിട്ടുന്നത് ഇങ്ങനെ അയറ്റുകളെ തൊള്ളൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കേനു കേട്ടോ. അപ്പൊ അയറ്റുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തിന്നും. ഈ വിത്തിന് ചെറിയൊരു തൊലിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഓൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓല് തൊലിയൊക്കെ പൊളിച്ചിട്ടാട്ടോ ഓല് തിന്നുക. എന്റെ തോളത്തും എന്റെ മുമ്പത്തെ വടിമയാട്ടോ ഒന്ന് ഇരുന്നിരുന്നത്. എന്നിട്ട് ഐറ്റങ്ങൾക്ക് 2 എണ്ണത്തിനാട്ടോ ഞാൻ അങ്ങനെ കൊടുത്തിരുന്നത്. പിന്നെ എന്റെ കഴിഞ്ഞു കണ്ടപ്പോൾ ബാക്കിയുള്ളവരെടുത്ത് പോയിട്ടോ. ഇവര് നമ്മളെ തലന്റെ മേലെ കൂടെ പാറി നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ തലയ്ക്ക് കാട്ടിടുകയൊക്കെ ചെയ്യും. ഇത് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാട്ടോ. പക്ഷെ അതിന്റെ മേലെ കയറുമ്പോഴത്തേനും നമ്മൾ കൊയങ്ങും. മഴ പെയ്യുമ്പോഴൊക്കെ കയറിക്കാം, അല്ലാതെ വിശ്രമിക്കാൻ വേണ്ടി കയറില്ല നടക്കൂല. പിന്നെ തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോൾ അത് അത്രയും നടക്കുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ ജീവികളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ തിന്നാനൊക്കെ കൊടുത്തു നോക്കി. ഓല് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തും തിന്നും തോന്നുന്നുണ്ട്. ഇത് മറ്റേ പഞ്ചവർണ്ണത്തത്ത സിനിമയിലുള്ള ഒരു ജീവി, തെങ്ങിന്റെ മേലൊക്കെ കയറിക്കൂലേ കുറെ ആൾക്കാർ വരുമ്പോ, ആ ജീവി കേട്ടോ. ജയറാമിന്റെ തോളിലും മറ്റേ ബാഗിലൊക്കെ കയറിയിരുന്ന് പോവല്ലേ അത് കേട്ടോ. പിന്നെ ഇവിടെയും കുറേ കിളികളുണ്ട് കേട്ടോ. ഇവിടെ അധികം ഉള്ളത് കിളികൾ തന്നെയാണെന്നാ തോന്നുന്നത്. പിന്നെ ജയറാമിന്റെ സിനിമയത്തെ പഞ്ചവർണ്ണത്തത്ത പറഞ്ഞ സിനിമയത്തെ പഞ്ചവർണ്ണത്തത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി പക്ഷികളുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ടാവാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടെ വേറെ മീനിൻ്റെ ഇതുണ്ട്. ഞാൻ അതിൻ്റെ പുറത്തുണ്ടായിരുന്ന വെള്ളം കുടിച്ചു കേട്ടോ കുഴങ്ങിയിട്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നല്ല രസമുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. അടിപൊളി മീനുകളാണ്. പിന്നെ ഇവിടെ കുറച്ച് ഭീകരന്മാരായ മീനുകളും ഉണ്ട് കേട്ടോ. അരാപ്പൈമയും അലിഗേറ്ററും അതിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ നല്ല രസമുള്ള ഒരു ഇതിലാട്ടോ. പിന്നെ കുറേ ഐറ്റം ഓസ്കാറുകളും 2 കളർ ഓസ്കാറുകളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ അപ്പുറത്തേക്ക് എത്തിയപ്പോൾ ആടും ഒട്ടകമൊക്കെ ഉള്ളിടത്തേക്ക് എത്തിട്ടോ. അങ്ങനെ ഇവിടുന്ന് നമുക്ക് ആടിനും ഒട്ടകത്തിനും ഒക്കെ തീറ്റ കൊടുക്കാം കേട്ടോ. ഞാൻ ആടിനങ്ങനെ തൊടേനു തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് കേട്ടോ. ചില ആടുകൾ അവിടെ കെട്ടിയിട്ട് കൊണ്ടോ. ഐറ്റുകൾ നല്ല ഭീകരന്മാരാണെന്നാണ് തോന്നുന്നത്. ചെമ്മരിയാടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഒരു വലുത് കമ്പിൻ്റെ ഉള്ളിൽ തല ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഇങ്ങനെ എടുക്കാന്നാവോ. പിന്നെ ഇത് മറ്റേ കൈത കേട്ടോ. അച്ചടി ഭാഷയിൽ പറയുകയാണെങ്കിൽ കഴുത എന്ന് പറയാം. പക്ഷെ ഞാനൊക്കെ കൈതാന്നാട്ടോ പറയാം. ഇത് മറ്റേ തുമ്പിക്കോഴി കേട്ടോ. അതിനെ ഞങ്ങളെ വീട്ടിൽ പണ്ട് വളർത്തിയിരുന്നു. ഭയങ്കര ഒച്ചയായിട്ടും പിന്നെ പിന്നാലെ കൂടിയിട്ടൊക്കെ ഞങ്ങൾ ഇതാക്കിട്ടോ. പിന്നെ ആ പെരന്റെ ചുറ്റുവരെ 2 വട്ടം ഇട്ട് ഓടിച്ചിക്കണു. 2 കൊത്തും കിട്ടിക്കണു കേട്ടോ. പിന്നെ ആരെങ്കിലും കളിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരാനോ അങ്ങനെ പൈസ ചോദിക്കാനോ വരുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലേ, ഓനൊക്കെ വരുമ്പോൾ ഗേറ്റിന്റെ അവിടെ നിന്ന് തന്നെ ആട്ടി വിടും കേട്ടോ. അങ്ങനെ ശല്യമായിട്ട് ഒഴിവാക്കിയതാണ്. പിന്നെ ഞങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഒട്ടകത്തിന് തീറ്റ കൊടുക്കണേ. ഒട്ടകത്തിന് തീറ്റ കൊടുക്കാനൊക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഇതാണ് നമ്മളെ പാമ്പിന്റെ ആ ഭാഗം കേട്ടോ. പാമ്പിന്റെ ഈ ഭാഗത്ത് നമുക്ക് പാമ്പിനെ ഇവിടെ ഇട്ട് വെക്കുക. ഈ എലികളൊക്കെ ആ പാമ്പിന് തീറ്റ കൊടുക്കണം കേട്ടോ. എന്തിനാ വെറുതെ പാമ്പിന് തീറ്റ കൊടുക്കണം? വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് തന്നൂടെ, ഞാൻ പൈസക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തേനു. ഈ കറുത്ത പാമ്പിനെ കണ്ടാൽ നല്ല വിഷമുള്ള പോലെ തോന്നും കേട്ടോ. ഈ വെള്ളപ്പാമ്പിനെ കണ്ട പക്ഷെ ഒരു വിഷമല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ കഴുത്തിൽ വെക്കാതെ തരുന്നത്. ചിലപ്പോൾ എനിക്ക് കടിച്ചു എന്നൊക്കെ ഇരിക്കും കേട്ടോ. അതൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ഈ എട്ടുകാലി അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തോ മുള്ളംപന്നി, അതിനെന്തോ പറയാ, മുള്ളംപന്നി അല്ല, റൗണ്ട് ബോൾ പോലെ ആവണ എന്തോ സംഭവം കേട്ടോ. എനിക്ക് പിന്നെ പേടില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് തന്നെ ആ കറുപ്പ് പാമ്പിനെ തന്നെ ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. എനിക്ക് പിന്നെ ഭാഗ്യമില്ലാത്തതുകൊണ്ടാണെന്നാ തോന്നുന്നത് കൊത്ത് കിട്ടിയില്ല. ഞങ്ങളപ്പം വന്നാൽ ആർക്കും കിട്ടിയില്ല കേട്ടോ കൊത്ത്. ആർക്കും ഭാഗ്യമല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ വെറുതെ പറഞ്ഞ കേട്ടോ. ആ പാമ്പ് കടിക്കൊന്നുമില്ല. 10-15 കൊല്ലായി ഇത്ര ഇത് മറ്റേ ഇത് തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരാളെ പോലും കടിച്ചിട്ടില്ല. അത് ട്രെയിൻ ചെയ്ത ആൾക്കാരെ പോലും കടിച്ചിട്ടില്ല എന്നാട്ടോ പറഞ്ഞത്. പിന്നെ ഇവിടെ കോഴിക്കാർപ്പിനെ തീറ്റ കൊടുക്കാണ്ടായിരുന്നു. കോഴിക്കാർപ്പിനെ കാക്കു പാമ്പിനെ വെച്ചില്ല കേട്ടോ. ഓനക്ക് പേടിയായിട്ട് എന്നിട്ട് മറ്റേ കോഴിക്കാർപ്പിന് തീറ്റ കൊടുത്ത് തിരിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പാമ്പിൻ്റെ അങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. ഇപ്പം വെച്ചില്ല. അങ്ങനെ ഇപ്പാൻ്റെ തലമൊക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പൊക്കെ അറപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു കൈ പിടിച്ചു കേട്ടോ. കൈ പിടിച്ച് ഇങ്ങനെ ഇറങ്ങി പോവുക കേട്ടോ നിലത്തേക്ക്. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞു നിലത്തേക്കിടരുത് കേട്ടോ. അത് വേഗം ചാവുവേക്കരം, അതുകൊണ്ടാക്കാരം.
ഫിഷ് പായും ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. പിന്നെ ഞങ്ങൾ ആ ഗെയിം കളിക്കണേ കയറിട്ടോ. പിന്നെ ഞങ്ങൾക്ക് തോന്നി മഴയൊന്നും പെയ്യുകയും ചെയ്തില്ല, അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കയറിയാൽ മതി എന്ന് തോന്നിട്ടോ. കാരണം ഇവിടെ അധികം എല്ലാത്തിലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ നടുവത്തെ നമുക്ക് അത് അടിച്ചിട്ട് ഇങ്ങനെ ഇടുക കേട്ടോ. വേണ്ട ഞാൻ ഈസി ആയിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഈ കളി എന്താ ഷട്ടിലിന് എന്തായിട്ടൊരു കളിയാണ്. അത് കുറേ നേരം കളിച്ച് അവസാനം പടിഞ്ഞു കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേന് മഴ പെയ്തു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോളിയും. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബാക്കി നാളെ.